പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ലേശമെങ്കിലും ഉളുപ്പുണ്ടോ? ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ പിണറായി വിജയന്റെ ഒപ്പം പോയി അവിടെ ഇരുന്ന് സദ്യ ഉണ്ണില്ലായിരുന്നു. ഇല വടിച്ചു നക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ തെറിവിളി പ്രതിപക്ഷ നേതാവിനെതിരെ ഉയരുകയാണ്. പ്രതിപക്ഷ നേതാവ് എപ്പോഴും പിണറായിക്ക് കീഴ്പ്പെട്ടു പോകുകയാണ് എന്നുള്ള വിമർശനമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യം പുറത്തുവന്ന ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ ഉണ്ടതിനെതിരെ കോൺഗ്രസ് MP കെ സുധാകരനും വലിയ വിമർശനം ഉന്നയിച്ചു. നടപടി മോശമായി പോയി എന്ന് പറഞ്ഞ സുധാകരൻ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നും വ്യക്തമാക്കി. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു സുധാകരൻ ഇങ്ങനെ പറഞ്ഞത്. പാർട്ടി ഏറ്റവും ഗൗരവത്തിലെടുത്ത പോലീസ് അതിക്രമ കേസാണ് സുജിത്തിന്റേത്. ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. അതേസമയം കസ്റ്റഡി മർദ്ദനത്തിൽ മുഖ്യമന്ത്രി നടപടി എടുക്കില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ കാണിക്കാമെന്ന് സതീശൻ പ്രതികരിച്ചിരുന്നു. ഈ വിമർശനങ്ങളൊക്കെ വന്നതിന് ശേഷം മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. അദ്ദേഹത്തിന് പറയാൻ ഉത്തരവാദിത്തമുണ്ട്. നടപടി എടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയട്ടെ, അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെ പ്രതികരിക്കണമെന്ന് സതീശൻ പ്രതികരിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം വി ഡി സതീശൻ പോയിരുന്ന ഓണസദ്യ ഉണ്ടതാണ് ഒരു വലിയ വിമർശനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടിയിൽ വലിയ ഒരു ഒച്ചപ്പാടിനും ബഹളത്തിനും വഴിവെച്ചിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് VS സുജിത്തിന് നേരെയുണ്ടായ പോലീസിന്റെ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി തന്നെ കോൺഗ്രസ് വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു പരിപാടിയിൽ പോയി മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ചിരിച്ച് ഉല്ലസിച്ച് സദ്യ കഴിക്കുന്നതിന്റെ വി ഡി സതീശന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നതാണ് പാർട്ടിക്കാരിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നത്. ശക്തമായ രീതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഒന്ന് പ്രതികരിക്കാൻ പോലും വി ഡി സതീശന് കഴിയുന്നില്ല. എന്നാൽ കിട്ടുന്ന വേദികളിലൊക്കെ മുഖ്യമന്ത്രിക്കൊപ്പം പോയി വേദി പങ്കിടാറുണ്ട്, ഊഷ്മള സൗഹൃദം പങ്കുവെക്കാറുണ്ട്. ഇത് സ്വന്തം പാർട്ടിക്കാരെയും അണികളെയും ചതിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയാണ് വിമർശനം വന്നുകൊണ്ടിരിക്കുന്നത്. സുജിത്തിന് നീതി കിട്ടണം എന്നുള്ളതാണ് പാർട്ടിക്കാരുടെ ആവശ്യം. അതിനുവേണ്ടി മുന്നിൽ നിന്ന് പൊരുതേണ്ടത് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ ആ പ്രതിപക്ഷ നേതാവ് പിണറായിയുടെ തോളിൽ കൈയിട്ട് നടക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തകർക്ക് നീതി കിട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അടിമുടി പ്രതിരോധത്തിലാണ് ഈ വിഷയത്തിൽ വി ഡി സതീശൻ. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു ദിവസത്തെ യൂത്ത് കോൺഗ്രസിന്റെയും ചില കോൺഗ്രസുകാരുടെയും ഒക്കെ ഓണമെന്ന് പറയുന്നത് കൊലച്ചോറ് ഞങ്ങൾ ഉണ്ണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം നടത്തിക്കൊണ്ടായിരുന്നു. അതായത് സുജിത്തിന്റെ വിഷയത്തിൽ നീതി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയല്ല, അവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരൊക്കെ സമരം നടത്തിയിരുന്നു. അവർ സ്വന്തം വീടുകളിൽ ഓണമുണ്ണാതെ പ്രതിഷേധത്തിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ അണികളും ചില നേതാക്കളും ശക്തമായി ഈ വിഷയത്തിൽ നിൽക്കുമ്പോഴാണ് ഓണത്തിന് ഉണ്ണാതെ പോലും പ്രതിഷേധം അവർ ശക്തമാക്കുമ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം പോയിരുന്ന് സദ്യ കഴിച്ചത്. ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള എന്തെങ്കിലും നീക്കമാണ് നടക്കുന്നതെങ്കിൽ അതിനോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നും ശക്തമായ നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് സുജിത്തും അതുപോലെ തന്നെ വർഗീസ് ചൊവ്വന്നൂരും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. സുജിത്തിന്റെയും വർഗീസ് ചൊവ്വന്നൂരിന്റെയും ഒക്കെ ഇടപെടൽ കൊണ്ടാണ്, അവർ അതിശക്തമായി പോരാട്ടം നടത്തിയതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതും ഒരു തെളിവ്, വലിയൊരു പിടിവള്ളി നിയമ പോരാട്ടത്തിന് സുജിത്തിന് കിട്ടുന്നതുമൊക്കെ. മാത്രമല്ല, പോലീസുകാർക്കെതിരെ നിയമ നടപടിയുമായി സുജിത്ത് മുൻപോട്ട് പോയപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് ആ ചെറുപ്പക്കാരന് നേരെ ഉണ്ടായത്. കേസ് പിൻവലിക്കാൻ ഒക്കെ ആവശ്യങ്ങൾ വന്നിരുന്നു. പണം നൽകാമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലാണ് വരുതിയിലാക്കാൻ നോക്കിയത്. എന്നാൽ അതിനൊന്നും വഴങ്ങാതെ സുജിത്ത് നിയമ നടപടിയുമായി മുൻപോട്ട് പോകുകയായിരുന്നു. പിന്നീട് പാർട്ടി തലത്തിൽ പോലും ഒത്തുതീർപ്പിന് നീക്കം നടന്നു. അതായത് ചില കോൺഗ്രസുകാർ തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പോലും ചതി വന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് സുജിത്തും വർഗീസും പോരാടുകയായിരുന്നു. അങ്ങനെയാണ് പകുതിയെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്ന ആ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത്. ഇത് കോടതിയിലെത്തുമ്പോൾ വലിയ രീതിയിൽ സുജിത്തിന് ഗുണം ചെയ്യും, വലിയൊരു പിടിവള്ളിയുമാണ്. അങ്ങനെ ഒരു വലിയ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വി ഡി സതീശൻ പിണറായിക്കൊപ്പം പോയി സദ്യ കഴിച്ചത് വലിയ രീതിയിൽ പാർട്ടിക്കാരെ വെറുപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ കളം തനിക്കെതിരാകുന്നു എന്ന് കണ്ടതോടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങളുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പിണറായിക്കൊപ്പം ഇരുന്ന് സദ്യ കഴിക്കുകയും ചെയ്തു. അതൊന്ന് ദഹിച്ചു കഴിഞ്ഞപ്പോൾ പിണറായിയെ വി ഡി സതീശൻ തെറി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്.
വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഇപ്പോൾ വി ഡി സതീശൻ ഉയർത്തിയിരിക്കുന്നത്. 10 കൊല്ലം ഭരിച്ചിട്ട് സർക്കാരിന് ഇപ്പോഴാണ് അയ്യപ്പനോട് സ്നേഹം തോന്നിയത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും ഇടമൊരുക്കുന്ന സമീപനമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP CPM നെക്സസ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന്റെ ഈ വാർത്താ സമ്മേളനത്തിന്റെ വാർത്തകൾ പുറത്തു വന്നതോടുകൂടി അതിന്റെ താഴെയും കോൺഗ്രസുകാർ വന്ന് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്താ ഇല നക്കി തുടയ്ക്കാൻ പോയിരുന്നപ്പോൾ ഈ കാര്യം ചോദിച്ചുകൂടായിരുന്നോ? വിശ്വാസം ഇപ്പോഴാണോ പിണറായിക്ക് വന്നത് എന്ന് തൊട്ടടുത്തിരുന്നപ്പോൾ ചോദിക്കാൻ പാടില്ലായിരുന്നോ? അവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി വിമർശനം ഉന്നയിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്നാണ് ഇപ്പോൾ പ്രവർത്തകർ പച്ചയ്ക്ക് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ വിമർശിച്ചാണ് വി ഡി സതീശൻ സംസാരിക്കുന്നത്. സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആചാര ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന സത്യവാങ്മൂലം സർക്കാർ പിൻവലിക്കുമോ? നാമജപ ഘോഷയാത്ര നടത്തിയതിനുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. ആ കേസ് പിൻവലിക്കാമെന്ന് ഉറപ്പുണ്ടായിരുന്നു, പിൻവലിച്ചില്ല. ഇത് പിൻവലിക്കുമോ? 10ാമത്തെ കൊല്ലമാണോ ശബരിമല മാസ്റ്റർ പ്ലാൻ വരുന്നത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുകയാണ്. ഈ സായാഹ്നത്തിലാണോ മാസ്റ്റർ പ്ലാൻ? UDF സർക്കാർ 112 ഏക്കർ വനഭൂമി ഏറ്റെടുത്ത് ആ വനഭൂമിക്ക് പകരം ഇടുക്കിയിൽ വനഭൂമി കൊടുത്ത് ഇവിടെ വികസന പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുകയായിരുന്നു. കഴിഞ്ഞ 9 വർഷം ചെറുവിരൽ അനക്കാതെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെയ്യാത്ത ആളുകൾ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ, ദൈവവിശ്വാസികളെ കബളിപ്പിക്കാൻ 10ാം വർഷം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും വി ഡി സതീശൻ പരിഹസിച്ചു. ഇപ്പോഴാണ് അയ്യപ്പനോട് സ്നേഹം, 10 കൊല്ലം ഭരിച്ചിട്ട് ഇപ്പോഴാണ് മാസ്റ്റർ പ്ലാൻ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഞങ്ങൾ അയ്യപ്പ ഭക്തർക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരും. അതിന്റെ പേരിൽ വോട്ട് പെട്ടിയിലാക്കാനാണ് നീക്കം നടക്കുന്നത് എന്നും പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു. നവോത്ഥാന സമിതി ഉണ്ടാക്കി ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ആളുകളാണ് ഇവർ. നവോത്ഥാന സമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നിലപാടുകളിൽ നിന്നുകൊണ്ട് വീണ്ടും അയ്യപ്പ ഭക്തരെ കളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പിണറായി എന്നും വി ഡി സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.